ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. റയാൻ വില്യംസ് വന്നെങ്കിൽ പോലും ജൂനിയർ ലെവൽ ടീമിലെ ഇൻക്ലൂഷൻ ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത്. അത് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പം അണ്ടർ-20 ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ 3 ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാർ പ്ലെയർ എന്ന് പറയാൻ കഴിയുന്ന ഹത്തീം അലി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹേഷ് ഗൗളി സിംഗപ്പൂരിനെതിരെയുള്ള പരമ്പരയ്ക്കുള്ള 30 അംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3 ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ട്. ഹത്തീം അലിയെ കുറിച്ച് പറയാനാണെങ്കിൽ 80-ലേറെ ഗോളുകളും 40-ലേറെ അസിസ്റ്റുകളും എമിറേറ്റ്സിലെ വിവിധ യൂത്ത് ടൂർണമെന്റുകളിൽ സ്വന്തമാക്കിയ താരത്തിന് UAE നാഷണൽ ടീമിൽ കളിക്കാനുള്ള എല്ലാ അവസരങ്ങളും ക്ഷണവും ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇന്ത്യയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൂടാതെ അഗസ്ത്യ ബട്ട് എന്ന് പറയുന്ന സ്പാനിഷ് 6th ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മാർബല്ല FC മുന്നേറ്റത്തിന്റെ താരം ഉണ്ട്. പിന്നെ അവരെ ഒന്നും കൂടാതെ ബെഞ്ചമിൻ യോഹന്നാൻ UEFA യൂത്ത് ലീഗിൽ പന്ത് തട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള യോഹന്നാൻ സ്ലൊവേനിയൻ ക്ലബ്ബായിട്ടുള്ള NK ബ്രാവോയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിദേശ മണ്ണിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന 3 താരങ്ങളെ ഇന്ത്യൻ അണ്ടർ-20 ടീമിൽ നമുക്കിപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അതിനെല്ലാം പുറമെ ഇപ്പം ഡ്യൂറൻഡ് കപ്പിൽ ഇന്നലെ ഒരു അവസാന ഗോൾ നേടിയല്ലോ, ഫ്രീ കിക്ക് ഗോൾ നേടിയ വീർ സുമൻ ജോഷി. പുള്ളി USA ജനിച്ചതെങ്കിൽ പോലും പുള്ളി ഇന്ത്യക്ക് വേണ്ടി കളിക്കാനാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാനുള്ള എല്ലാ വാതിലുകളും വീർ ജോഷിക്ക് മുന്നിലും തുറന്നു കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമ്മളുടെ ഓവർസീസ് ഇന്ത്യൻ ഇൻക്ലൂഷൻ വളരെ സുഗമമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഹത്തീം അലി, യൊഹാൻ ബെഞ്ചമിൻ, അഗസ്ത്യ ബട്ട് ഈ 3 പേര് ഓൾറെഡി ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പങ്കുവെക്കുക. താങ്ക് യു.